മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആദ്യമേ തന്നെ എടുത്തു പറയാം, അത് വേണ്ടത്ര ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ ഒരു പോസ്റ്റ് ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളാവട്ടെ, ബോധവും വിവരവും വിവേകവുമുള്ള ഏതൊരു മലയാളിയും കേട്ടിരിക്കേണ്ട ഒരു പോസ്റ്റാണ്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. താലിബാൻ മുതൽ സദ്ദാം ഹുസൈൻ മുതൽ പാകിസ്ഥാൻ വിഷയത്തിൽ പോലും കൃത്യമായിട്ടൊരു നിലപാടെടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പണ്ഡിറ്റിന്റെ ഇന്റർനാഷണൽ നിരീക്ഷണം: അമേരിക്ക വെനിസ്വേല എന്ന രാജ്യത്തെ ആക്രമിക്കുകയും പിടികൂടിയ വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മദൂറോയെ ജിയെയും ഭാര്യയെയും ന്യൂയോർക്കിൽ എത്തിക്കുകയും ഇപ്പോൾ അവരെ പ്രോസിക്യൂഷൻ ചെയ്യുവാൻ ശ്രമിക്കുകയും ആണല്ലോ. ആ രാജ്യത്ത് മയക്കുമരുന്ന് കടത്തു സർക്കാർ വക സ്പോൺസേഡ് ആണെന്നും ഏകാധിപത്യ ശൈലി അങ്ങേർക്ക് ഉണ്ടെന്നും അമേരിക്കയിലെ ട്രംപ് ജി പറയുന്നു. നിലവിൽ പ്രസിഡന്റിനെ അമേരിക്ക പൊക്കിയപ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങൾ ആ രാജ്യത്ത് ഹാപ്പി ആണെന്നത് സത്യമാണ്. അമേരിക്ക ഇഷ്ടപ്പെടുന്ന പുതിയ ഭരണകൂടം അവിടെ ഉടനെ വരുമെന്ന് കരുതാം. ബ്രാക്കറ്റിൽ കൃത്യമായിട്ട് എഴുതുന്നു, അമേരിക്ക അവിടുത്തെ എണ്ണ കണ്ടുള്ള ഗെയിമാണ് കളിക്കുന്നത് എന്നും പറയുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇന്ത്യൻ സർക്കാർ ഇതുവരെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല, സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നു. എന്നാൽ അമേരിക്ക വെനിസ്വേലയെ ആക്രമിച്ച വിഷയത്തിൽ കേരളത്തിൽ ചില പാർട്ടിക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. മറ്റു രാജ്യത്തിൽ കയറി ആക്രമിക്കുന്നത്, നിരപരാധികളെ കൊല്ലുന്നത് ശരിയല്ല എന്ന് പ്രസ്താവന ഇറക്കി. നല്ല കാര്യം ആണ്. എന്നാൽ മുമ്പ് പല തവണ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ അയച്ചുവിട്ടപ്പോൾ, എത്രയോ നിരപരാധികളെ കൊന്നപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരൊക്കെ ഇവർ എങ്ങനെയാണ് കണ്ടത്? നിലവിൽ ബംഗ്ലാദേശിൽ മതം നോക്കി എത്രയോ ആളുകളെ കൊല്ലുന്നു, ഇപ്പോഴും തുടരുന്നു. അതിനെതിരെ ആരെങ്കിലും പ്രതിഷേധിച്ചോ? ബംഗ്ലാദേശിന് എതിരെ കേരളത്തിൽ വല്ല പ്രതിഷേധവും ഉണ്ടായോ? ഇപ്പോൾ അമേരിക്ക ചെയ്ത ഇതേ കാര്യം തന്നെയല്ലേ റഷ്യ ഉക്രൈനെ ആക്രമിച്ചു ആയിരക്കണക്കിന് കുട്ടികളെ അടക്കം ആളുകൾ കൊന്നപ്പോൾ കേരളത്തിൽ ആരെങ്കിലും ഉക്രൈനിലെ കുട്ടികൾക്ക് വേണ്ടിയോ പാവപ്പെട്ട നിരപരാധികളായ അവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയോ സംസാരിച്ചോ? അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികൾ 4ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി എന്ന് താലിബാൻ നിയമം വന്നപ്പോൾ കേരളത്തിൽ ആ കുട്ടികൾക്ക് വേണ്ടി ആരും പ്രതിഷേധിച്ചില്ല. ഉയ്ഗൂർ ജനതയ്ക്ക് എതിരെ ചൈന ശക്തമായി നിലപാട് എടുത്തപ്പോൾ ചൈനയ്ക്ക് എതിരെ കേരളത്തിൽ പ്രതിഷേധം ഇല്ല. ഇറാനിൽ സ്ത്രീ സ്വാതന്ത്ര്യ വിഷയത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾ, അവിടുത്തെ നിയമങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യം, തുല്യനീതി, സമത്വത്തിന് എതിരെ ആണ് എന്നും പറഞ്ഞ് കേരളത്തിൽ ആരെങ്കിലും പ്രതിഷേധിച്ചോ? പണ്ട് സദ്ദാം ഹുസൈൻ എണ്ണ ഏകാധിപതി തീവ്രവാദികൾക്ക് വേണ്ടി കേരളത്തിൽ സമരം നടത്തി. എന്തിന്? ബില്ലാദൻ വരെ കേരളത്തിൽ ഫാൻസ്. അതായത് സദ്ദാം ഹുസൈന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ സമരം നടത്തിയെന്നും ബില്ലാദൻ വരെ കേരളത്തിൽ ഫാൻസ് ഇല്ലേ എന്നാണ് കൃത്യമായിട്ട് അദ്ദേഹം ചോദിക്കുന്നത്. പണ്ട് ചൈന ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് കേരളത്തിൽ ആ സംഭവം എങ്ങനെയാണ് കണ്ടത്? ഏതൊക്കെ നേതാക്കൾ അന്ന് എന്തൊക്കെ ചെയ്തു എന്ന് സമയമുള്ളവർ പഴയ രേഖകൾ നോക്കി മനസ്സിലാക്കുക. പലസ്തീനിലെ ഹമാസ് ആദ്യം ഇസ്രായേലിനെ ആക്രമിച്ചു. 1200 പേരെ കൊന്നപ്പോൾ കേരളത്തിൽ ഒരു പ്രതിഷേധവും ഉണ്ടായില്ല. തിരിച്ചവർ ആക്രമിച്ചപ്പോൾ പലസ്തീനിലെ കുട്ടികൾക്കായി കരച്ചിലായി. അതേസമയം നൈജീരിയ, സിറിയ എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് കുട്ടികളെ അടക്കം ആഭ്യന്തര കലാപത്തിൽ കൊല്ലുന്നു. അതിനെതിരെ കേരളത്തിൽ ചോദിക്കുവാനും പറയാനും ആരുമില്ല. എന്തിന്? പാകിസ്ഥാൻ ഈയിടെ തീവ്രവാദികൾക്കെതിരെ അവരുടെ നാട്ടിൽ ചില നടപടി എടുത്തിരുന്നു. അമേരിക്കയുടെ ഫണ്ട് കിട്ടാനുള്ള തന്ത്രമാകാം. പക്ഷെ അന്ന് സ്വന്തം നാട്ടിൽ ബോംബിട്ട് 30ഓളം കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ആ കുട്ടികൾക്ക് വേണ്ടി കരയുവാൻ കേരളത്തിൽ ആരുമില്ലേ? വാൽ കഷ്ണം: ഇന്ത്യ ബൈ ചാൻസ് പാകിസ്ഥാനായോ ചൈനയുമായോ യുദ്ധമുണ്ടാകേണ്ടി വന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കേരളത്തിലെ ചില പാർട്ടിക്കാർ ആരുടെ ഭാഗത്താകും നിൽക്കുക എന്നതിൽ നിങ്ങളുടെ നിരീക്ഷണം എഴുതുക. നിങ്ങൾ കേട്ടില്ലേ, സന്തോഷ് പണ്ഡിറ്റിന്റെ നിലപാടാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഓരോ മലയാളിയും 1000 തവണ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതിൽ നമ്മൾ സകല പാർട്ടി ആശയൊക്കെ തന്നെ മാറ്റിവെക്കാം. നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരെന്ന നിലക്ക് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. പലസ്തീൻ
ഇസ്രായേൽ വിഷയത്തിൽ പലസ്തീൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത്, ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ഒരാള് പോലും രംഗത്തിറങ്ങിയിട്ട് അതിനെതിരെ പ്രതിഷേധിച്ചില്ല. ഇസ്രായേലിലെ സാധാരണക്കാരെ കണ്ടില്ല. അതേപോലെ തന്നെ അതായത് സന്തോഷ് പണ്ഡിറ്റ് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ നരനായാട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള ന്യൂനപക്ഷത്തിന് നേരെ, ഹിന്ദുവിന് നേരെ, ക്രിസ്ത്യാനിക്ക് നേരെ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നരനായാട്ട് ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ട് എന്തേ ഇവിടെ ഒരാള് പോലും ഒരക്ഷരം മിണ്ടാത്തത്? എന്തിനേറെ പറയുന്നു, കൃത്യമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് എന്തായിരുന്നു നമ്മുടെ കേരളത്തിൽ? ഈ പലസ്തീൻ അനുകൂലികൾ എന്തെങ്കിലും മിണ്ടിയോ? നമ്മളെ 26 പേര് പഹൽഗാമില് ഭീകരാക്രമണം കാരണം കൊല്ലപ്പെട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് ആ ഭീകരർക്കെതിരെ ഇവരാരെങ്കിലും ഒരക്ഷരം മിണ്ടിയോ? പഹൽഗാമില് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ മണ്ണിലെ, നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ടുള്ള 26 പേര് കൊല്ലപ്പെട്ടിട്ട് ഭീകരവാദികളാൽ മതം ചോദിച്ചിട്ട് ഭീകരർ കൊല ചെയ്തിട്ട് അതിനെതിരെ നമ്മുടെ കേരളത്തിൽ പലസ്തീന് വേണ്ടി മിണ്ടുന്ന, ഇപ്പൊ വെനിസ്വേലയ്ക്ക് വേണ്ടി മിണ്ടുന്ന ഇവരെ നമ്മൾ ആരെങ്കിലും കണ്ടോ? നിങ്ങൾ കോൺഗ്രസോ CPM-ഓ BJP എന്നൊന്നും അല്ല ചോദിക്കുന്നത്, ആ ആശയവും അല്ല ചോദിക്കുന്നത്. ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ഓരോ മലയാളിയും 1000 തവണ ചിന്തിക്കണോ? ആരെങ്കിലും നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി, പലസ്തീന് വേണ്ടി രംഗത്തിറങ്ങിയ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഈ പലസ്തീന് വേണ്ടി രംഗത്തിറങ്ങുന്ന ആരെങ്കിലും നിങ്ങൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തിനെതിരെ നടക്കുന്ന ക്രൂരതകൾക്കെതിരെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? കാണൂല. ഇവിടെ ഒരു ജിഹാദിസ് ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അത് സകല മതഭേദമന്യ മലയാളികൾ ഒരുമിച്ച് നിന്ന് എതിർക്കണം. അതിനൊക്കെ വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്നത് കേരളത്തിലെ കമ്മികളാണ്. തർക്കമില്ലാത്ത വിഷയ. വെനിസ്വേല വിഷയത്തില് നമ്മുടെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും ഇപ്പോ പ്രതിഷേധമല്ലേ? ഇവര് തന്നെ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ സമയത്ത് എന്തെങ്കിലും പ്രതിഷേധം നടത്തിയോ? ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ കൂട്ടക്കൊല നരനായാട്ട് നടത്തുമ്പോ ഏതെങ്കിലും കമ്മികൾ ഇന്ന് വെനിസ്വേലയ്ക്ക് വേണ്ടി പ്രകടനം വിളിക്കുന്നത് പോലെ കേരളത്തിൽ പ്രകടനം വിളിക്കുന്നുണ്ടോ? പലസ്തീന് വേണ്ടി അനുകൂലിച്ച് രംഗത്തിറങ്ങുന്ന കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, സകല CPI, പോപ്പുലർ ഫ്രണ്ട്, സകല ഗുലാബി സംവിധാനങ്ങളും നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഈ ബംഗ്ലാദേശിൽ ഹിന്ദുവിനെതിരെ, ക്രിസ്ത്യാനിക്കെതിരെ, ന്യൂനപക്ഷത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന നരനായാട്ടിനെതിരെ ഒരക്ഷരം മിണ്ടുന്നത് ആരെയും കാണുന്നില്ല. ഇതൊക്കെ ഈ സന്തോഷ് പണ്ഡിറ്റ് കൃത്യമായിട്ട് ചോദിക്കുക. അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ തരിക. നമ്മുടെ കേരളത്തിൽ സിനിമാ മേഖലയിൽ ഒരുപാട് സിനിമാ നടന്മാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. റഫയിലേക്ക് പോലും ഗസയിലേക്ക് നോക്കിയിരിക്കുന്ന, പലസ്തീനിലേക്ക് നോക്കിയിരിക്കുന്ന ദുൽഖർ സൽമാൻ, ഷെയ്ൻ നിഗം, ഇങ്ങനെ ഒരുപാട് നടന്മാരുണ്ട്. ഇവരൊന്നും നമ്മുടെ ബംഗ്ലാദേശ് കാണുന്നില്ല. നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യത്ത് ആളുകള് ഇതുമായി ബന്ധപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നത് ഒരാളും കാണുന്നില്ല. നമ്മുടെ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ആ ഭീകരാക്രമണം പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യവുമായിട്ട് നമ്മുടെ യുദ്ധത്തിലേർപ്പെട്ട സമയത്ത് പോലും പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ എത്ര ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്തെത്തി എന്നുള്ളതൊക്കെ ഓരോ മലയാളിയും 1000 തവണ ചിന്തിക്കേണ്ടതാ. സിനിമാ മേഖലയിൽ നിന്നൊരു തൻ്റെതായ മണ്ണിന് വേണ്ടി നിലപാടെടുത്ത് ഈ രംഗത്ത് വരുന്ന സന്തോഷ് പണ്ഡിറ്റിന് ഹൃദയത്തിൽ നിന്ന് 1000 അഭിനന്ദനങ്ങൾ നേരുന്നു.